എന്നാൽ എന്താണ്? പലപ്പോഴും ഡോക്ടർ കുട്ടിക്ക് ടിക്കാണെന്ന് പറയും. അതായത് ആ കുട്ടി ഇങ്ങനെ ഒരു ഷോൾഡർ മൂവ്മെൻ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ കണ്ണിറുക്കി അടയ്ക്കും, അല്ലെങ്കിൽ ചിറി കോണിച്ച് കാണിക്കും. ഇതൊക്കെ ടിക്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഡിസോർഡറാണ്. അതായത് നമ്മുടെ തലച്ചോറ് പലപ്പോഴും നമ്മുടെ കൈയും കാലും ഒക്കെ അനക്കുന്നുണ്ടല്ലോ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തലയാട്ടുന്നു, അതുപോലെ കൈയെടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഊന്നൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മുടെ തലച്ചോറ് സന്ദർഭോചിതമായി ഉണ്ടാക്കുന്ന നാം അറിയാത്ത മൂവ്മെൻറ്റ്സ് ആണ്. ഈ പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ തലച്ചോറിലുണ്ട്. അത് ബേസൽ ഗാംഗ്ലിയ എന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ് നിയന്ത്രിക്കുന്നത്. ഇതിലുണ്ടാകുന്ന ഒരു ചെറിയ ഒരു വ്യതിയാനം കൊണ്ടാണ് ടിക്സ് എന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. ഈ കുട്ടിക്ക് ഈ ടിക്ക് ഉണ്ടായാൽ, എത്ര പ്രാവശ്യം ടിക്ക് ഉണ്ടായാൽ, കണ്ണിറുക്കി അടയ്ക്കുകയോ മൂക്ക് ചുളിക്കുകയോ ഈ തോള് അനക്കുകയോ ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. ഇത് ടീച്ചർ മനസ്സിലാക്കണം, കൂടെയുള്ള കുട്ടികൾ മനസ്സിലാക്കണം, മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ലെന്ന്. എന്നാൽ നിരന്തരമായി ആളുകൾ കളിയാക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മരുന്ന് കൊടുത്താൽ ഈ ടിക്സിന് ശമനമുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് മരുന്ന് കഴിക്കാവുന്നതാണ്. ചിലപ്പോൾ ടിക്ക് കാരണം തീരെ പഠിക്കാൻ മേലാതെയൊക്കെ ആവും. കാരണം എപ്പോഴും ഇങ്ങനെ കണ്ണിറുക്കി അടച്ചുകൊണ്ടിരുന്നാൽ, അങ്ങ് നിരന്തരം ചെയ്താൽ നമുക്ക് മരുന്ന് വേണമല്ലോ. അങ്ങനെ പല സിറ്റുവേഷൻസിൽ മരുന്ന് കഴിച്ച് ഇത് ഭേദമാക്കാവുന്നതാണ്.